കുട്ടികൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് എത്തിയത്. പക്ഷേ സ്കൂളിന് തന്നെ അപ്പാടെ നാണക്കേടായ സംഭവങ്ങളാണ് ഇന്ന് അവിടെ ഉണ്ടായത്. ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെ 9ാം ക്ലാസ് CBSE ഡിവിഷൻ നിർത്തലാക്കാൻ സ്കൂൾ അധികൃതർ തീരുമാനിക്കുന്നു. ആ തീരുമാനം വലിയ പ്രതിഷേധത്തിലേക്കാണ് നയിച്ചത്. രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ യുവജന സംഘടനകളും ഒക്കെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. വിദ്യാർത്ഥികൾക്ക് നിലവാരമില്ല എന്ന തരത്തിൽ വരെ അധ്യാപിക നടത്തിയ പരാമർശം അത് വലിയ രീതിയിൽ പ്രതിഷേധം ആളിക്കത്തിച്ചു. ആദ്യം പ്രതികരണങ്ങളിലേക്ക്. സ്പെഷ്യൽ ഓർഡർ വഴി ഈ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അധ്യാപകരെ. ഇപ്പം 7 ഡിവിഷനുള്ള അധ്യാപകരെ ഇവിടെ ഉള്ളൂ. 9 ഡിവിഷൻ ആക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവിഷൻ കൂടെ 2 ഡിവിഷൻ കൂടുമ്പോഴുള്ള ഇതുകൾ ആക്കി തരാമെന്ന്. നിങ്ങൾ എന്നാണ് ഈ ഡിവിഷനുകൾ നിർത്തലാക്കുന്ന വിവരം രക്ഷിതാക്കളെ അറിയിച്ചതെന്നാണ്? മെയിൽ അറിയിച്ചിട്ടുണ്ട്. മെയ് 30-നാണോ? ഇല്ലില്ല, മെയ് 30-ന് മുമ്പ്. അല്ല, ഒരു മിനിറ്റ്സ് ഉണ്ടല്ലോ. 30-ന് അന്ന് മീറ്റിംഗ് വിളിച്ചത്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റാൻഡേർഡ് കുറവാണോ? നല്ല കുട്ടികളാണ്. നിങ്ങളുടെ അധ്യാപകർ അതിപ്പോ അധ്യാപകർ പഠിപ്പിക്കുന്ന അനുസരിച്ച് അങ്ങനെ പറയുന്നതാണ്. നല്ല കുട്ടികളാണ്. എന്നെ സംബന്ധിച്ചൊരു നല്ല കമാൻ കൊറ്റായിട്ടുള്ള നല്ല പിള്ളേരാണ്. ആ അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് എന്തൊരു മോശം പ്രതികരണമാണ്. നിങ്ങളുടെ കുട്ടികളുടെ നിലവാരം, സ്റ്റാൻഡേർഡ് ഞങ്ങൾക്കറിയാമെന്ന് ഒരു അധ്യാപിക ഒരുപക്ഷെ 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ അതിൽ താഴെ മുതൽ ആ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക പറയുകയാണ് നിങ്ങളുടെ കുട്ടികളുടെ സ്റ്റാൻഡേർഡ് ഞങ്ങൾക്കറിയാമെന്ന്. തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എല്ലാം ഇടപെടേണ്ട ഗൗരവമേറിയ വിഷയമാണിതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാലും വലിയ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ ഈ ഇംഗ്ലീഷ് ഡിവിഷൻ നിർത്തലാക്കാനുള്ള ഈ തീരുമാനത്തിൽ നിന്ന് സ്കൂൾ മാനേജ്മെന്റ് പിന്മാറിയിട്ടുണ്ട്. ഈ വിഷയമാണ് ഇന്ന് 24 ന്യൂസ് ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പം രക്ഷിതാവ് അജയ് ജീവ അതിഥിയായി ചേരുന്നുണ്ട്. ശ്രീ അജയ് ജീവ, പ്രതിഷേധം ഞങ്ങൾ കണ്ടു. പ്രധാന അധ്യാപികയുടെയും അതോടൊപ്പം തന്നെ മറ്റ് അധ്യാപികയുടെ ഭാഗത്തുണ്ടായ ആ വളരെ അനാസ്ഥ അല്ലെങ്കിൽ ഗുരുതരമായ വീഴ്ച പരാമർശങ്ങൾ നമ്മൾ കണ്ടു. നിലവിലെ ഒരു സ്ഥിതി എന്താണ്? നിങ്ങളുടെ മക്കൾക്ക് അവിടെ ഈ 9ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഡിവിഷനിൽ തന്നെ പഠിക്കാൻ കഴിയുമോ? ഈ കൊല്ലം ഇവിടെ പഠിപ്പിക്കാന്നാണ് ഇപ്പം MLA വന്നിരുന്നു. MLA തീരുമാനം പറഞ്ഞത് ഈ കുട്ടികളെ ഈ വർഷവും ഈ 10ാം ക്ലാസ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കാന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. ഈ ഒരു തീരുമാനം, അതായത് ഈ ഡിവിഷൻ നിർത്തലാക്കുകയാണെന്ന തീരുമാനം നിങ്ങളെ എപ്പോഴാണ് അറിയിച്ചിരുന്നോ? ഇത് അറിയിച്ചത് മെയ് 30-ാം തീയതിയാണ് അറിയിച്ചത്. അതായത് 3 ദിവസം മുൻപ്. വെറും 3 ദിവസം മുമ്പ്. കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു തീരുമാനം അവർ അറിയിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എന്നാണ് പറഞ്ഞത്? ഇത് അവരെ SRG തീരുമാനമാണ്. അധ്യാപകർക്ക് ജോലിഭാരം കൂടുന്നത് കൊണ്ട് ചെയ്യുന്നു എന്നാണ് അവർ ഞങ്ങളോട് അറിയിച്ചത്. അല്ലാതെ വേറെ PTA SMC അങ്ങനെ ഒരു മീറ്റിങ്ങുകളും കൂടിയിട്ടില്ല. അവർ അധ്യാപകർ മാത്രം ചേർന്നെടുത്തൊരു തീരുമാനമാണ്. അധ്യാപകർക്ക് ജോലിഭാരം കൂടുന്നു എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഇതിനു മുൻപ് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ സ്വാഭാവികമായും 9ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഡിവിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അധിക ഭാരം ഉണ്ടായിരുന്നില്ലേ? അത് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമല്ല, അത് അവരോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ. കാരണം അവർക്ക് ജോലിഭാരം ഇപ്പോഴാണോ കൂടുതലായിട്ട് വന്നതെന്നുള്ളത്. ഇത്രയും കാലമായിട്ട് അവിടെ ഈ ഇംഗ്ലീഷ് ഡിവിഷൻ കുറെ വർഷങ്ങളായി അവിടെ ഇല്ലേ ആ സ്കൂളിൽ? ഉണ്ട്. ഇപ്പോൾ ഉള്ള കുട്ടികൾ വരെ 1 തൊട്ട് 8 വരെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചു വന്ന കുട്ടികളാണ്. ഇപ്പോഴും ഉണ്ട്. ബാക്കി എല്ലാ ഡിവിഷനുകളിലും ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, 10ാം ക്ലാസ്സിൽ പറഞ്ഞോളൂ.
ഈ നമ്മുടെ സ്കൂളിലുള്ള ഈ അധ്യാപകർക്ക്, ഹൈസ്കൂളിലെ അധ്യാപകർക്ക് മാത്രമാണ് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. ബാക്കി എല്ലാ അധ്യാപകരും, അതില് മെയിനായിട്ട് 2 അധ്യാപകരുടെ പേരാണ് അന്ന് ഇവിടെ പറഞ്ഞത്. ആ 2 അധ്യാപകർക്ക് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. അല്ല, അങ്ങനെ ആവുമ്പം ഒന്നെങ്കിൽ മറ്റു അധ്യാപകരെ നിയമിക്കാനുള്ള വഴി നോക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ ഡിവിഷനെ അങ്ങ് എടുത്ത് കളയുകയാണോ വേണ്ടത്? ഇപ്പൊ MLA ചോദിച്ചപ്പോൾ MLA വന്നു ഇടപെട്ടു. അപ്പം ഈ സ്കൂൾ പ്രധാന അധ്യാപിക പറഞ്ഞ മറുപടി എന്താണ്? അധ്യാപിക പറഞ്ഞത് നമ്മുടെ സ്കൂളിൽ അങ്ങനെ ഒരു ഡിവിഷൻ ഇല്ല, ടീച്ചർമാർ വർക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അധ്യാപികയും പറയുന്നത്. പ്രധാന അധ്യാപിക ഇന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് റിട്ടയർ ആവുകയാണ്. അധ്യാപിക ശരിക്കും പറഞ്ഞാൽ ഈ അധ്യാപിക നമ്മുടെ HMന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനമായിട്ട് ഞങ്ങൾക്ക് ഇത് തോന്നുന്നില്ല. കാരണം വളരെ കാലമായിട്ട് നമ്മുടെ സ്കൂളിൽ ഒരു സീനിയർ മോസ്റ്റ് ഒരു അധ്യാപികയുണ്ട്. ആ അധ്യാപികയുടെ തീരുമാനങ്ങൾ ബാക്കി അധ്യാപകരെ കൊണ്ട് പറയിക്കുന്ന ഒരു സാഹചര്യമാണ് അടിമാലി ഗവൺമെന്റ് സ്കൂളിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ആ സ്കൂളിൽ ഉണ്ടായിരുന്നു താങ്കൾ? ആ പ്രതിഷേധമൊക്കെ നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോ നമ്മൾക്ക് അതിന്റെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഞാൻ അപ്പൊ അതിലൊരു മഞ്ഞ, എനിക്ക് പേരറിയില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. ആ പ്രിൻസിപ്പലിന്റെ പുറകിൽ നിൽക്കുന്ന ഒരു അധ്യാപിക, ഒരു മഞ്ഞ ഷോൾ ഇട്ടിട്ടുള്ള ഒരു അധ്യാപിക, വളരെ മോശം പരാമർശമാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടികളുടെ സ്റ്റാൻഡേർഡിനെ പറ്റി ഞങ്ങൾക്ക് അറിയാമെന്ന്. അവരുടെ പേരെന്താണ്? അവരാരാണ്? അവർ ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത്? അവര് നമ്മുടെ ഹൈസ്കൂൾ ഡിവിഷനില് ഹിന്ദി പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. പേര് സിന്ധുകുമാരി. സിന്ധുകുമാരി എന്നാണ് അധ്യാപികയുടെ പേര്. ആ അധ്യാപിക പറയുന്നത് നമ്മള് ഓൾറെഡി അങ്ങനെ അധ്യാപിക കുട്ടികളോട് സംസാരിക്കുന്നത് അതേപോലെ ഒരു ലാംഗ്വേജിലാണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ തവണ ഞങ്ങൾ PTA-യിലൊക്കെ അധ്യാപികക്കെതിരെ പ്രതിഷേധങ്ങളൊക്കെ ഉന്നയിച്ചതാണ്. അത് ഈ തവണത്തെ PTA അല്ല, അതിനു മുമ്പത്തെ ഉള്ള തവണ തന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സ്കൂളിൽ. ഇതിനു മുമ്പും ഈ പറഞ്ഞ അധ്യാപകർ അവർ അറിവ് പകർന്നു നൽകിയ ഈ ചെറിയ ക്ലാസ് മുതൽ അവർ തന്നെ പഠിപ്പിച്ച കുട്ടികളായിരിക്കുമല്ലോ ഇത്. ആ കുട്ടികളെ പറ്റിയാണ് പറയുന്നത്. ആ പ്രധാന അധ്യാപികയുടെ മുന്നിൽ വെച്ച് എങ്ങനെയാണ് അങ്ങനെ ഒരു അധ്യാപികയ്ക്ക് പറയാൻ കഴിയുക? ആ അധ്യാപികയുടെ വാക്കുകൾ ഇന്ന് ജനറലൈസ് ചെയ്ത് HM അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞത് വന്ന ഒരു നാക്കുപിഴയാണെന്നാണ് അവിടെ പറഞ്ഞത്. കാരണം അതുപോലെ ഒരു നാക്കുപിഴയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഒരു കുട്ടിയുടെ പഠിപ്പിച്ച് വലുതാക്കുന്ന ആ കുട്ടികൾ തന്നെ കഴിവേട്ടവരാണെന്നുള്ള രീതിക്കാണ് അധ്യാപിക പറയുന്നത്. എങ്ങനെയാണ് പറയാൻ കഴിയുന്നതെന്ന്, അവർ അധ്യാപികയായിട്ട് ഇരിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് അവർ തന്നെ ചിന്തിക്കേണ്ട ഒരു സമയമാണ് അത്. ഇപ്പൊ ഈ അധിക ഭാരം ഉണ്ടാകുമെന്ന് പറഞ്ഞ 2 അധ്യാപകരുണ്ട്. അതിൽ ഈ സിന്ധുകുമാരി ഉണ്ടോ? ആ സിന്ധുകുമാരി അല്ല, നമ്മുടെ സ്കൂളിലെ സിന്ധു CK എന്ന് പറയുന്ന ഒരു അധ്യാപികയുണ്ട്. അതുപോലെ മിനി EK എന്ന് പറയുന്ന ഒരു അധ്യാപികയുണ്ട് ഹൈസ്കൂൾ ഡിവിഷനിലെ. ഈ 2 അധ്യാപകരാണ് അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചിരിക്കുന്നത്. അവർക്ക് ഈ ബുദ്ധിമുട്ട് 9ാം ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ, 8ലും 10ലും ഇല്ലേ? 8ലും 10ലും ഒന്നും പ്രശ്നം പറഞ്ഞിട്ടില്ല ഇതുവരെ. 8ൽ ഈ തവണയും നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് കയറി വരുന്നുണ്ട്. ഈ സമയം ഈ മാർച്ച് 30-നാണ് ഈ 8C പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപിക പോലും അറിയുന്നത് ഇങ്ങനെ ഒരു തീരുമാനം ടീച്ചർമാർ എടുക്കുകയാണെന്നുള്ളത്. കാരണം ഈ സ്കൂളിലേക്ക് ആ കുട്ടികൾക്ക് വേണ്ട ബുക്കുകൾ വരെ അവര് ഓർഡർ ചെയ്ത് വെച്ചിരുന്നതാണ്. മനസ്സിലായി ഈ കാര്യത്തില് ഇപ്പൊ നിങ്ങളോട് ഇപ്പം ഈ 3 ദിവസം മുമ്പ് പറഞ്ഞാൽ ഇപ്പൊ സ്കൂളിന്ന് തുറക്കാണല്ലോ, അപ്പൊ ഈ കുട്ടികൾ എന്ത് ചെയ്യും എന്നുള്ളതിന് എന്ത് മറുപടിയാണ് അവർക്കുള്ളത്? മലയാളം ഡിവിഷനിലേക്ക് മാറാനോ? അത് അവര് പറഞ്ഞത് അത് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. 2 ഓപ്ഷനേ ഉള്ളൂ അവർക്ക്. ഒന്നല്ലെങ്കിൽ മലയാളം മീഡിയത്തിലേക്ക് മാറ്റിയിരുത്തുക, അല്ലെങ്കിൽ TC വാങ്ങി പോവുക. അങ്ങനെ 2 ഓപ്ഷൻ മാത്രമേ അവര് പറഞ്ഞുള്ളൂ. അപ്പൊ ഈ പേരൻസ് എന്ത് ചെയ്യും? യൂണിഫോം വരെ തയ്പ്പിച്ചു വെച്ചിരുന്ന പേരൻസാ 2 ദിവസം കഴിയുമ്പോൾ സ്കൂൾ, അതും വെള്ളിയാഴ്ച വൈകുന്നേരം 30-ാം തീയതി ഒന്ന് വിളിച്ചു പറയുന്നത്. തിങ്കളും ഞായറും ഒക്കെ ആയിട്ടുള്ള ദിവസങ്ങൾ എവരെവിടെ അഡ്മിഷന് വേണ്ടിയിട്ട് അന്വേഷിക്കും. ഈ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ചേർന്ന സംഘടന ഉണ്ടാവുമല്ലോ, അപ്പൊ അതിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ചർച്ചയായിരുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ? അങ്ങനെ ചർച്ചയായിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങളുടെ മുന്നിലേക്ക് ഈ വിഷയം ഈ മെയ് 30-ാം തീയതിയാണ് പറയുന്നത്. ഇതിനു മുമ്പ് ചർച്ചയായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് പുറത്തേക്ക് ഇവർ അറിയിച്ചിട്ടില്ല ഇതുവരെ. PTA-നെയോ SMC-നെയോ അറിയിച്ചിട്ടില്ല ഈ വർഷം. അല്ലെങ്കിൽ ഇവർക്ക് മാർച്ചിൽ എക്സാം കഴിയുമ്പോൾ തന്നെ അറിയിക്കാവുന്ന കാര്യമല്ലേ. പിന്നെ ഒരു പ്രശ്നം വരുന്നുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കണമെന്ന് ഇവർക്ക് പറയാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ഇതുവരെ അവരെ അറിയിച്ചിട്ടില്ല അതില്. ഇനി പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ 10ാം ക്ലാസ്സിലും ഇത് തന്നെ ഇവര് ആവർത്തിച്ചാൽ എന്ത് ചെയ്യും അല്ലേ? 10ാം ക്ലാസ്സില് നമ്മുടെ സ്കൂളിന്റെ നിലവാരം വളരെ പുറകോട്ടാണെന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ വർഷം DO-നെ നേരിൽ കണ്ട് പരാതികൾ കൈമാറിയിട്ടുണ്ട്. ഈ 2 സിന്ധു CK എന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് തരണം, അവരെ രീതികൾ കറക്റ്റ് അല്ല. കാരണം ഇവിടെ പല അഴിമതികൾക്കും ചുക്കാൻ പിടിക്കുന്ന ഈ അധ്യാപികയാണെന്നുള്ള തെളിവ് സഹിതം ഞങ്ങളുടെ DO DD 2 വർഷം മുമ്പ് തന്നെ പരാതി ഞങ്ങൾ നേരിൽ കണ്ട് ബോധിപ്പിച്ചിട്ടുള്ളതാണ്.
പക്ഷേ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും DOയും DDയും മാറിപ്പോവും. അടുത്ത വർഷം അടുത്ത ആൾ വരും. വീണ്ടും ഞങ്ങൾ ഈ പരാതിയായിട്ട് ചെല്ലുമ്പോൾ ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക എന്നല്ലാതെ ഒരു തീരുമാനം അതിലുണ്ടാവുന്നില്ല. അതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. ഈ 2 അധ്യാപകരുടെ പേര് താങ്കൾ പറയുന്നുണ്ടല്ലോ, സിന്ധു അതോടൊപ്പം തന്നെ മിനി. ഇവർക്കെതിരെ പരാതിയായിട്ട് നൽകിയിരുന്നോ ആരെങ്കിലും? പരാതിയായിട്ട് നൽകിയിട്ടുണ്ട്. 3 വർഷം മുമ്പ് ഞങ്ങൾ DOയിൽ പരാതി കൊടുത്ത് ഞങ്ങളെ അവിടെ ഹിയറിങ്ങിന് വിളിപ്പിച്ചതാണ്. അതിനുശേഷം ഞങ്ങൾക്ക് അവിടുന്ന് അന്നൊരു ശ്രീലത എന്ന് പറയുന്ന മേഡമായിരുന്നു. എന്നിട്ട് ആ മേഡം അത് DDയിലേക്ക് കൈമാറിയെന്ന് അറിയിച്ചു. ഞങ്ങളത് കഴിഞ്ഞിട്ട് വേറെ ഒരു അഴിമതി, ഒരു വർണ്ണക്കൂടാരത്തിന്റെ ഒരു അഴിമതിയായിട്ട് ബന്ധപ്പെട്ട് DDനെ കണ്ടപ്പോഴും ഞങ്ങളത് കാണിച്ചതാണ്. പക്ഷെ ഒരു തീരുമാനവും വന്നില്ല. ഈ തവണയും DDക്ക് സ്ഥലമാറ്റമാണ്, അവർ മാറിപ്പോയി. ഈ കാര്യം ഞാൻ അറിയിക്കാൻ ഞാൻ DDനെ ഫോൺ വിളിച്ചപ്പോൾ അവർ മീറ്റിംഗിലായിരുന്നതുകൊണ്ട് അവര് തിരിച്ച് വിളിക്കാമെന്ന് അറിയിച്ചിരുന്നു. പക്ഷെ അവർ ജോലി തിരക്കാരനാണ്, വിളിച്ചറിയിക്കാൻ പറ്റിയില്ല. ഞങ്ങളത് രേഖാമൂലം ഞാനൊരു മെസ്സേജ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്ന് പ്രക്ഷോഭത്തിലേക്ക് പോയത്. ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ പ്രവേശനോത്സവമൊക്കെ വലിയ കൊണ്ടാടി ആഘോഷിക്കുകയാണ്. ഇന്നലെ ഇതിന്റെ ഭാഗമായിട്ടൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഒരു 2 ആഴ്ചത്തേക്ക് പഠനമൊക്കെ കുറച്ച് കുട്ടികൾക്ക് നല്ല പാഠം പറഞ്ഞു കൊടുക്കാൻ സർക്കാർ ഒരുങ്ങുമ്പം അധ്യാപകർക്ക് ആദ്യം നല്ല പാഠം, ഇവിടെയുള്ള അധ്യാപകർക്ക് നല്ല പാഠം പറഞ്ഞു കൊടുക്കേണ്ട ഗതികേടാണ്. തീർച്ചയായിട്ടും ഇവർക്കാണ് ഒരു മോറൽ ക്ലാസ് ശരിക്കും കൊടുക്കേണ്ടത്. എങ്ങനെ കുട്ടികളോട് പെരുമാറണം, എങ്ങനെ അധ്യാപകരോട് പെരുമാറണം എന്നുള്ള ക്ലാസ്സുകൾ ആദ്യം ഈ അധ്യാപകർക്ക് കൊടുത്ത ശേഷം വേണം ഈ കുട്ടികൾ ഇവരുടെ കയ്യിലേക്ക് കൊടുക്കാൻ. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ അധ്യാപകരല്ല ഇപ്പോൾ ഉള്ളത്. പകുതി അധ്യാപകരും അധ്യാപനം വെറും തൊഴിലായിട്ട് മാത്രം കരുതുന്ന ഒരു അധ്യാപകരായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ അധ്യാപകരെയും അടിച്ചാക്ഷേപിക്കുന്നതല്ല. കുറെ പ്രതിഷേധമൊക്കെ ഉണ്ടായ സമയത്ത് കുറെ രക്ഷിതാക്കളുടെ പ്രതികരണം കേട്ടിരുന്നു. അപ്പൊ അതിൽ ഒരു അമ്മ പറയുന്നുണ്ടായിരുന്നു, 32 കോടി രൂപ ഈ സ്കൂളിന് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ 32 കോടി പോയിട്ട് ഒരു 3 ലക്ഷം രൂപ പോലും അവിടെ എന്തെങ്കിലും രീതിയിൽ ചെലവാക്കിയെന്ന ആ ദൃശ്യങ്ങൾ കാണും. കാരണം ഇടിഞ്ഞു വീഴാറായി കിടക്കുന്ന മേൽക്കൂരയൊക്കെയാണ്, ചുമരൊക്കെ പഴയതാണ്, ഓഡിറ്റോറിയം പഴയതാണ്. അപ്പൊ ഒരു തരത്തിലുള്ള ഒരു അടിസ്ഥാന സൗകര്യ വികസനവും ആ സ്കൂളിൽ ഉണ്ടായിട്ടില്ല. ആ ഒരു അഴിമതി ആരോപണം കൂടി ഒരു രക്ഷിതാവ് ഉന്നയിക്കുന്നത് കേട്ടു. അതിലെ വസ്തുത എന്താണെന്ന് അറിയുമോ? താങ്കൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ അതിനെക്കുറിച്ച്? തീർച്ചയായിട്ടും ഞാൻ പറയാം. കാരണം നമ്മൾ ആ ഒഴിഞ്ഞു പൊളിയാറായ കെട്ടിടം എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ ഓഫീസിന് മുന്നിൽ കാണുന്ന കെട്ടിടമാണ്. അത് 2017 പൊളിച്ചു നീക്കാൻ വേണ്ടി അന്നത്തെ DO സ്കൂൾ കമ്മിറ്റിയും തീരുമാനമെടുത്ത് മുന്നോട്ട് കൊടുക്കാൻ, എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിനെ അറിയിച്ചൊരു തീരുമാനം എടുക്കാൻ വേണ്ടി 2017 ഓർഡർ ഇട്ടിട്ടുണ്ട്. ആ ഓർഡറിന്റെ പകർപ്പ് ഞാൻ കാണിച്ചു തരാം. ഈ പകർപ്പാണ്, അത് കാണാമോ? ഈ പകർപ്പ് അതിന്റെ റെക്കോർഡ് നമ്മുടെ സ്കൂളിൽ ഇരിപ്പുണ്ട്. ഓൾറെഡി ഓഫീസിൽ ഇരിക്കുന്ന പകർപ്പാണ്. അതെടുത്ത് ഇവരത് പൂഴ്ത്തി വെച്ച ശേഷം ജില്ലാ പഞ്ചായത്തിലെ PWDയിൽ 50 ലക്ഷത്തിന് അപേക്ഷ വെച്ചു ഇത് പുതുക്കാൻ വേണ്ടി. ആ 50 ലക്ഷം രൂപ ഫണ്ടും സാങ്ഷനായി. ഞങ്ങൾ അത് പുതുക്കരുത് PTA SMC കമ്മിറ്റി തീരുമാനമെടുത്ത് അത് പൊളിച്ചു നീക്കി പുറകിൽ കുറച്ച് മാറി നല്ല രീതിക്ക് കെട്ടിടം പണിയാം എന്ന് അറിയിച്ചതാണ്, മിനിറ്റ്സ് എഴുതി പോയതാ. പക്ഷെ ഈ അധ്യാപിക തന്നെ, സിന്ധു CK തന്നെയാണ് ഇതിനെ പുറകെ ഓടി നടന്നത്. ഇപ്പോഴത്തെ HM മാത്രം അവര് നടന്ന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് NOC സംഘടിപ്പിച്ചേക്കാണ് ആ കെട്ടിടം പുതുക്കി പണിയാൻ എന്ന് പറഞ്ഞ്. 2017 DOയുടെ ഓർഡറിന് ഒരു വിലയും കൽപ്പിക്കാത്ത തരത്തിലാണ് ഇവരെ എതിർക്കുന്നത്. എന്തിനാണ് ഈ പഴയ കെട്ടിടം തന്നെ നന്നാക്കണം എന്ന് വാശി പിടിക്കുന്നത്? എന്തിനാണ് അത്? ഇപ്പൊ ഈ വർക്ക് എടുത്തേക്കുന്ന കോൺട്രാക്ടർ എന്നെ വിളിച്ചു പറഞ്ഞത് സിന്ധു CK അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അവരാണ് അത് NOC കിട്ടിയ വർക്ക് തുടങ്ങിക്കോളാൻ പറഞ്ഞതെന്നാണ് എന്നോട് പറഞ്ഞത്. വെറും ഒരു സീനിയർ മോസ്റ്റ് ആയ അധ്യാപിക HM അവിടെ ഓഫീസിലുള്ളപ്പോൾ എന്തിനാണ് അതിനകത്ത് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഒരു കോൺട്രാക്ടർ അവർ വിളിക്കേണ്ട കാര്യം ഉണ്ടോയെന്നും എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ ഒരു 4 ലക്ഷം രൂപയോളം ഒരു സ്പെഷ്യൽ എൻറിച്ച്മെന്റ് ഫണ്ട് വന്നിരുന്നു. അത് 8 Cയിൽ ഇപ്പൊ പഠിച്ചു വന്ന 8ാം ക്ലാസ്സിലെ കുട്ടികളെ എൻറിച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ആ ഫണ്ട് പോലും കൈകാര്യം ചെയ്തത് സിന്ധു CK തന്നെയാണ്. നമ്മുടെ സ്കൂളില് ഓൾറെഡി പഠിപ്പിക്കുന്ന ടീച്ചർമാര്, LP അധ്യാപികമാരായ 2 അധ്യാപികമാര് വരെ ഹൈസ്കൂളിൽ ക്ലാസ് എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഫണ്ട് കൈമാറിയിട്ടുള്ളതായിട്ട് വിവരാവകാശം തെളിയിക്കുന്നുണ്ട് നമ്മുടെ സ്കൂളിൽ തന്നെ. അതിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ആ വിവരാവകാശം പോലും ഒരു പേനയ്ക്ക് ഒരു വെള്ള പേപ്പറിൽ എഴുതി കൈമാറുകയാണ് ഉണ്ടായത്. അതിന്റെ ഹാൻഡ് റൈറ്റിംഗ് പോലും സിന്ധു CKയുടെ ആണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. നിങ്ങൾ ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ബന്ധപ്പെടാൻ ആലോചിക്കുന്നുണ്ടോ? പരാതി നൽകാൻ ആലോചിക്കുന്നുണ്ടോ? കാരണം അത് കുട്ടികളുടെ ഭാവിയുടെ വിഷയം. തീർച്ചയായിട്ടും നമ്മളത് ആലോചിക്കുന്നുണ്ട്. ഞങ്ങൾ ആ ഒരു കാര്യമായിട്ട് ഇത് ഇന്ന് നടന്ന സംഭവം ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ സാധിക്കാത്തത്. ഞങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഏതെങ്കിലും വഴി ശ്രമിക്കുന്നുണ്ട്. ശരി, എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മള്
നമ്മുടെ കുട്ടികൾ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഇടമാണ് അധ്യാപകർ, സ്കൂൾ എന്ന് പറയുന്നത്. അവിടെ അവരെ പഠിപ്പിക്കുന്ന, ഇത്രയും വർഷം അവരെ പഠിപ്പിച്ചൊരു അധ്യാപിക തന്നെ ആ പറഞ്ഞത് വളരെ മോശം എന്നുള്ളതല്ല, ഒരു തരത്തിലും അംഗീകരിക്കാൻ വഴിയാത്ത, കുട്ടികൾക്ക് നിലവാരമില്ല എന്നൊരു അധ്യാപിക പറയുന്നത് കേട്ടു നിൽക്കാൻ ഒരു രക്ഷിതാവിനും കഴിയില്ല. അങ്ങനെയല്ല പെരുമാറേണ്ടത്. ആ അധ്യാപികയ്ക്ക് എന്തായാലും നല്ല പാഠം പറഞ്ഞു നൽകേണ്ടത് അനിവാര്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞങ്ങളും മാതൃഭൂമി ന്യൂസായിട്ടും ഇത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കാം. വളരെയധികം നന്ദി ശ്രീ അജയ് ഇത്രയും നേരം സംസാരിച്ചു. താങ്ക് യു.